Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് നമ്മൾ തുടങ്ങുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിന്റെ 10ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. പേജ് നമ്പർ എത്രയാണ്? ഷെയർ ചെയ്തിട്ട് 100 ആണ്. പേജ് നമ്പർ 85. ഓക്കെ, 85. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. തേർഡ് മൊഡ്യൂളിലെ 10th ചാപ്റ്റർ ആണ് കേട്ടോ, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ എന്താണ്? മെറ്റീരിയൽസ് എന്താണ്? അവിടുത്തെ സാധനങ്ങൾ അല്ലെ, സാധനങ്ങളൊക്കെ ആവാം. ഒരു ഇപ്പൊ ഏതൊക്കെയാണ് നമ്മൾ CSST ഉപയോഗിക്കുന്ന ഓട്ടോക്ലേവ് ആവാം, തെർമോമീറ്റർ, അനസ്തേഷ്യ, സ്റ്റെറിലൈസർ, സർജിക്കൽ ലൈറ്റ്, BP മോണിറ്റർ, MRI സ്കാനേഴ്സ് അല്ലെ, സർജിക്കൽ ടേബിൾ, സ്റ്റെതസ്കോപ്പ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഹോസ്പിറ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൈകാര്യം ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വലിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ അവിടെ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ മാത്രം മതിയോ? അവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? മെറ്റീരിയൽസ് വേണം അല്ലെ. നമുക്കിപ്പോ എന്താ പറയാ, ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും ഇങ്ങനെയുള്ള പല എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ്, മെറ്റീരിയൽസിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും നമ്മൾ എന്ത് വേണം? മെറ്റീരിയൽസ് വേണം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വലിയ വീട് എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് മാത്രം മതിയോ? അതിന് ഉള്ളിലുള്ള സാധനങ്ങളും കൂടി വേണം അല്ലെ, മെറ്റീരിയൽസ് വേണം. അതാണ് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇതാണ് ഫസ്റ്റ് സെന്റൻസ് പറയുന്നത്. ആസ് ഫാർ ആസ് എനി എന്റർപ്രൈസ് ഈസ് കൺസേൺഡ്, ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മേജർ കോസ്റ്റ് ഫാക്ടർ അല്ലെ, വളരെ ചെലവുള്ള ഒരു കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചെലവുള്ള കാര്യമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സാധനങ്ങൾക്കാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പൈസ ഇതില്ലേ അല്ലെ, ഒരു കോസ്റ്റ്, ഒരു പ്രധാനപ്പെട്ട അതിനു വേണ്ടി ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പണിതിട്ടു, അതിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വലിയൊരു പൈസയാവും അല്ലെ, ഒരു കോസ്റ്റ് കൂടുതലാവും നമുക്ക്. അപ്പൊ ഇതിന്റെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചെലവ് വരുന്ന കാര്യമാണ് ഏത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് നമ്മൾ പൈസ ചെലവാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പണിതു, അവിടെ സ്റ്റാഫുകളെ നിയമിച്ചു, അതിനൊക്കെ കോസ്റ്റ് വരുന്നതാണ്. അതിന്റെ ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട ചെലവ് വരുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. About 40% of the budgetary allocation is on procurement and management of stores in healthcare institution. Okay, about 40%, 40% ആ ഒരു ബഡ്ജറ്റിന്റെ, അവർക്ക് ആ ഹോസ്പിറ്റലിലെ ഒരു ബഡ്ജറ്റിന്റെ 40% പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരണം and the management of stores in healthcare institution. ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനില് ആ സാധനങ്ങളുടെ സംഭരണത്തിനും അതുപോലെ തന്നെ സ്റ്റോറുകളുടെ മാനേജ്മെന്റിനുമാണ് 40% ആ ബഡ്ജറ്റിന്റെ ആ ഒരു പൈസ ചെലവാകുന്നത്. ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഏകദേശം 40% എന്തിനു വേണ്ടിയിട്ടാണ്? ആ മെറ്റീരിയൽസിന്റെ പ്രൊക്യൂർമെന്റിന്, അതുപോലെ മാനേജ്മെന്റ് ഓഫ് സ്റ്റോർസ്, ആ സ്റ്റോറുകളുടെ മാനേജ്മെന്റ്, അതിന്റെ കൈകാര്യം അല്ലെ, അത് പർച്ചേസ് ചെയ്യണം, പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം, അങ്ങനെയൊക്കെ വേണ്ടി ചെലവ് വരുന്നതാണ്. ഒരു 40% ബഡ്ജറ്റിന്റെ 40% അതിന് വേണ്ടിയിട്ട് ചെലവാകും. മെറ്റീരിയൽസ് ക്യാൻ ബി ടേൺഡ് ആസ്, ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളാകാം അല്ലെ, എന്തെങ്കിലും ഉപകരണങ്ങളാകാം, എന്തെങ്കിലും അപ്പാരറ്റസ്, യന്ത്രങ്ങളാകാം, അപ്പാരറ്റസ് ആകാം. ആൻഡ് സപ്ലൈസ് അക്വയർഡ്, സപ്ലൈകളാകാം, നമ്മൾ ഏറ്റെടുത്ത എന്തെങ്കിലും സപ്ലൈകൾ ആകാം. സ്റ്റോക്ക്ഡ്
and utilized by an organization. ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റല് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള അത് ഉപയോഗിക്കുന്ന സാധനങ്ങളെയോ അല്ലെങ്കിൽ ഉപകരണങ്ങളെയോ യന്ത്രങ്ങളെയോ ഒക്കെയാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Materials can be termed as equipments, apparatus and supplies acquired then stocked and utilized by an organization. ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റല് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള അവര് ഉപയോഗിക്കുന്ന സപ്ലൈകള്, അപ്പാരറ്റസ്, എക്യുപ്മെന്റ്സ്, ഇതിനെയൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Materials management may also be interchangeably defined as stores management. അവിടെ ഒരു question ഉണ്ട് കേട്ടോ. Materials management is also known as stores management. ഇതെന്ന് അറിയപ്പെടുന്നത് store, STORES, stores management. Underline ചെയ്തിട്ട് കേട്ടോ ആ sentence. Materials management defined as also interchangeably, അതായത് മാറ്റി നിർവചിക്കാണ്. എന്തെന്ന് പറയാം? സ്റ്റോർസ് മാനേജ്മെന്റ് എന്നും പറയാം. ഇനി ഇവിടെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൗസ്ലി മെറ്റീരിയൽസ് മാനേജ്മെന്റിന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. എന്താണ് ഹൗസ്ലി പറയുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. അക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ ഏറ്റെടുക്കുക. അക്വിസിഷൻ, അക്വയർ ചെയ്യുക, കൈവശപ്പെടുത്തുക, കൈവശപ്പെടുത്തുക. ഡിസ്പോസിഷൻ, ഡിസ്പോസിഷൻ അതായത് എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് എന്താ ഒരു സാധനം നമ്മൾ അക്വയർ ചെയ്യുന്ന മുതല്, ഏറ്റെടുക്കുന്നത് മുതല് അത് ക്രമീകരിക്കുന്നത് വരെ. ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക. അത് ഏറ്റെടുക്കുന്നത് മുതല് അത് ക്രമീകരിക്കുന്നത് വരെ അല്ലെങ്കിൽ നിർവഹിക്കുന്നത് വരെയുള്ള ഈ ഗുഡ്സിന്റെയും സർവീസിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു കൺട്രോൾ, നിയന്ത്രണവും മേൽനോട്ടവുമാണ് ഏത്? ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, രണ്ട് രീതിയിൽ ചോദിക്കാം. ആര് ഡിഫൈൻ ചെയ്തതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഹൗസ്ലി നമ്മൾ ഡിഫൈൻ ചെയ്തത്? അങ്ങനെ ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ട് എന്താന്ന് ചോദിക്കാം? The supervision and control of goods, services and equipment from acquisition to disposition is called the dash. Materials management. Then, according to Housley, the supervision, materials management as the supervision and control of services and equipment from acquisition to disposition. അപ്പോ ഹൗസ്ലി എന്താ പറഞ്ഞത്? എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തത്? സാധനങ്ങളോ സേവനങ്ങളോ അത് അക്വയർ ചെയ്യുന്നത് മുതൽ, ഏറ്റെടുക്കുന്നത് മുതൽ അത് ക്രമീകരിക്കുന്നത് വരെയുള്ള അല്ലെങ്കിൽ അത് നിർവഹിക്കുന്നത് വരെയുള്ള ആ കൺട്രോൾ, അതിന്റെ നിയന്ത്രണവും മേൽനോട്ടവുമാണ് ഇത് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തിട്ടോ? രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നത്. അക്കോർഡിംഗ് ടു ഡാഷ് എന്നിട്ട് പറയാം. അക്കോർഡിംഗ് ടു ഡാഷ് ദ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് എ, അങ്ങനെ പറയാം. അപ്പൊ ഹൗസ്ലി ആരാ ഡിഫൈൻ ചെയ്തേക്കുന്ന? ഹൗസ്ലി ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ് കേട്ടോ ഹൗസ്ലി എന്ന് പറയുന്നത്. അദ്ദേഹം മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ ഇങ്ങോട്ട് ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കില്ല, ആ ഡെഫിനിഷൻ തരും. എന്നിട്ട് അത് ഏതാണ്, എന്താണ്, ഇതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. Then, managing of materials to give on the right quality of material at the right time, at the right place, at a low cost is materials management. ഇതൊക്കെ അടുത്ത മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ് ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്? To give the right quality, ശരിയായ ക്വാളിറ്റിയില്, അല്ലെ, ഗുണനിലവാരത്തില് മെറ്റീരിയൽസ് ശരിയായ സമയത്ത് ശരിയായ പ്ലേസില് ലോ കോസ്റ്റ്, കുറഞ്ഞ വിലയില് നൽകുന്നത്. അതാണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നത് എന്താ, അല്ലെ? അതായത് ശരിയായ ക്വാളിറ്റിയില്, നല്ല ഗുണമേന്മയില്, ശരിയായ സമയത്ത് ശരിയായ പ്ലേസില് കുറഞ്ഞ വിലയില് എന്ത് ചെയ്യുക, നൽകുക. അതാണ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ്, അതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് എങ്ങനെ കൈകാര്യം ചെയ്യണം?
എങ്ങനെ മാനേജ് ചെയ്യണം? ശരിയായ ക്വാളിറ്റിയില്, ശരിയായ സമയത്ത്, ശരിയായ പ്ലേസില്, ലോ കോസ്റ്റില് നൽകുക. അതാണ് ഏത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then materials are vital resources. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉറവിടമാണ്, റിസോഴ്സ് ആണ്. വാല്യൂ ആൻഡ് യൂട്ടിലിറ്റി. വില വെച്ച് നോക്കുമ്പോൾ മൂല്യം, ഇതിന്റെ വാല്യൂ, മൂല്യം, ഉപയോഗം, ഇതനുസരിച്ച് vital source in a hospital. Underline ചെയ്തിട്ടുണ്ട് അത്. Materials are the vital resources in a hospital. It is a supportive department in the functioning of the hospital. So hospital ശരിയായ പ്രവർത്തനങ്ങള്, കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുകയാണ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ മാത്രം പോരാ, അവർക്ക് എന്ത് വേണം? മെറ്റീരിയൽസ് വേണം. ആ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിട്ടാണ് അവിടെ. ഫസ്റ്റ് മാനേജിംഗ് ഓഫ് മെറ്റീരിയൽ ഇൻ ദ റൈറ്റ് ക്വാളിറ്റി, മെറ്റീരിയൽ at the right time, right place, low cost is that. അതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇനി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റൽ റിസോഴ്സ് ആണ്, വൈറ്റൽ റിസോഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഇനി ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ലക്ഷ്യം? എയിം എന്താണ്? The objective of materials management in a hospital is to make sure that there is ample stock. Ample എന്ന് പറഞ്ഞാൽ മതിയായ, ആവശ്യത്തിനുള്ള സ്റ്റോക്ക് of required items of for continuous supply to keep away from scurfles. Scurfles എന്ന് പറഞ്ഞാൽ picture, scurfles അല്ലെങ്കിൽ നമ്മൾ ബാക്കി വരുന്നത് picture. Then have a appropriate storage, easy irritability. തിരിച്ചെടുക്കാനാവാത്ത വിധം, irritability. Distribution, the point of usage whenever needed, effective and efficient utilization of resource available. എന്താണ് എയിം എന്ന് പറയുന്നത്? ഹോസ്പിറ്റലില് നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം ആണ്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞ ലക്ഷ്യം എന്താണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് is to make sure that there is ample stock of required items for continuous supply. The supply continuous ആയിട്ട് തുടർച്ചയായിട്ടുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ. അല്ലാതെ നമ്മളിപ്പോ എന്താ ഓരോ ഐറ്റംസും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് തീർന്നു പോയി കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയല്ല അല്ലെ. അത് ഓരോന്നും ഏതൊക്കെയാണ് അതിന്റെ സ്റ്റോക്ക് കുറവുള്ളത് അതനുസരിച്ച് എപ്പോഴും ആ എന്താ ഹോസ്പിറ്റലില് അവിടെ കീപ്പ് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. ഏതാണ് കുറവ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് കുറവുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് വേണ്ടത്, അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, അതൊക്കെ ആ ഓർഡർ അനുസരിച്ച് തന്നെ പർച്ചേസ് ചെയ്യണം അല്ലെ. അങ്ങനെ ഒരു മതിയായ സ്റ്റോക്ക് അവിടെ വേണം. എന്തിനാ? കണ്ടിന്യൂസ് സപ്ലൈ ഇന്നില്ല നാളെ ആവട്ടെ, അല്ലെങ്കിൽ നമുക്കത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഇതില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. തുടർച്ചയായിട്ടുള്ള ഒരു നമുക്ക് വിതരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ നോക്കിയേ, അത് ടു കീപ് അവേ ഫ്രം സ്കർഫിൾസ്, മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതായത് കറക്റ്റ് നമ്മൾ ആവശ്യത്തിന് അത്രയും പർച്ചേസ് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഹൗ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്, അനുയോജ്യമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈസി ഇറിറ്റബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, the point of usage whenever needed. എന്താണ്? നമുക്കത് ആവശ്യമുള്ളപ്പോഴെല്ലാം തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത് നോക്കിയേ, effective and efficient utilization of resource available. Efficient and effective. Effective and efficient, കാര്യക്ഷമവും നല്ല ഗുണപരവുമായിട്ടുള്ള ഈ റിസോഴ്സുകൾ, അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ.
ലഭ്യമായ വിഭവങ്ങളുടെ പരമാവധിയും അതുപോലെ തന്നെ ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള ഒരു ഉപയോഗം, യൂട്ടിലൈസേഷൻ. Effective and efficient utilization of resources available. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകൾ അതിന്റെ ഒരു കാര്യക്ഷമവും ഫലപ്രദമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെയാണ് എയിം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒന്നാമത്തെ എന്താ, ഹോസ്പിറ്റലിലെ തുടർച്ചയായിട്ടുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മിച്ചത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അനുയോജ്യമായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലുള്ള ഈസി ആയിട്ടുള്ള ഒരു വിതരണം. effective and efficient utilization of resource. നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സ് അതിന്റെ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള ഉപയോഗം, അത്രയാണ് എയിം പറയുന്നത്. ഇനി അടുത്തതാണ് അവിടെ മേജർ ഒബ്ജക്റ്റീവ്സ്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ടിക്കിട്ട് വെച്ചോട്ടെ. അത് മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് നോക്കിയേ. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ലക്ഷ്യം? അതായത് നമ്മുടെ പ്രോഫിറ്റ്, ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് പരമാവധിയാക്കുക. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭം പരമാവധിയാക്കുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, ചിലവ് കുറയ്ക്കുക. അടുത്ത ഒബ്ജക്റ്റീവ് എന്താ? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, കോസ്റ്റ് കുറയ്ക്കുക. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകൾ അത് മിനിമം കുറയ്ക്കുക. അടുത്ത നോക്കിയ അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ കൈവരിക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക? കൈവരിക്കുക. ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് കൈവരിക്കുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. അത് മൂന്നുമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ലാഭം മാക്സിമം ആക്കുക, പരമാവധിയാക്കുക. കോസ്റ്റ് കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക. ദെൻ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്താ? ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ് എന്താ? നല്ലൊരു ബെറ്റർ കെയർ കൊടുക്കണം, അല്ലെ? പേഷ്യൻസിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെറ്റർ നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? മെയിൻ ഒബ്ജക്റ്റീവ്. ആ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കുക. അത് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്. ക്ലിയർ ആയോ? 3 പോയിന്റ് ഒന്ന് അവിടെ ടിക്കിട്ട് വെച്ചോട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഇനി ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇതിൽ ചോദിക്കാം, which of the following is included in the functions of materials management? ഏതൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ബൈഹാർട്ട് ചെയ്യട്ടോ. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മെറ്റീരിയൽസ് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് വേഗം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ എന്താ? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, മെറ്റീരിയൽ ആസൂത്രണവും ബഡ്ജറ്റിങ്ങും. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ് തയ്യാറാക്കുന്നു, മെറ്റീരിയൽസ് പ്ലാൻ ചെയ്യുന്നു. രണ്ടാമത്തെയാണ് പർച്ചേസിങ്, അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, അല്ലെ? അത് പർച്ചേസ് ചെയ്യുക, പർച്ചേസിങ്. അടുത്ത നോക്കിയ റിസീവിംഗ് ആൻഡ് റിസീവിംഗ് കോമൺ വേണം. റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുക, അല്ലെ? അതായത് നമ്മൾ പരിശോധന നടത്തിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുക, പിന്നെ അത് സ്റ്റോക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ. അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ മെറ്റീരിയൽസ് ആവശ്യമുള്ളത് അവിടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുക, സ്റ്റോക്ക് ചെയ്യുക, അത് വേണ്ട വിധത്തിൽ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. അടുത്ത നോക്കിയേ, ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി സ്റ്റോക്ക് ആണ് കേട്ടോ. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. ഒരുപാട് സ്റ്റോക്ക് വേണ്ട, അല്ലെ? ആവശ്യത്തിനുള്ള അനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് നോക്കിയാൽ മതി, അല്ലെ? സ്റ്റോക്ക് ചെയ്താൽ മതി. അത് ആ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക. ഇൻവെന്ററി ഓർ സ്റ്റോക്ക്
control. Then cost reduction, ചെലവ് കുറയ്ക്കുക. Cost reduce ചെയ്യുക. Cost reduction, ചെലവ് കുറയ്ക്കുക. Then value analysis, എന്താ മൂല്യ വിശകലനം. Value analysis, എന്താണ് മൂല്യ വിശകലനം. അടുത്തത് നോക്കാം ഡിസ്പോസൽ. ഡിസ്പോസ് ചെയ്യാന്ന് വെച്ചാൽ നിർമ്മാർജ്ജനം ചെയ്യുക. ഡിസ്പോസൽ, നിർമ്മാർജ്ജനം ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഡിസ്പോസൽ. ഇത്രയാണ് ഫങ്ഷൻസ്. സിമ്പിൾ അല്ലേ? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, രണ്ടാമത്തെ പർച്ചേസിങ്, പിന്നെ റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് കുറയ്ക്കുക, വാല്യൂ അനാലിസിസ് മൂല്യ വിശകലനം നടത്തുക, ഡിസ്പോസൽ മെറ്റീരിയൽസിന് ആവശ്യമില്ലാത്തതൊക്കെ ഡിസ്പോസ് ചെയ്യുക, നിർമ്മാർജ്ജനം ചെയ്യുക. അത് രണ്ടും നോട്ട് ചെയ്യണം കേട്ടോ. ഒബ്ജക്റ്റീവും ഫങ്ഷൻസും നോട്ട് ചെയ്യണം അതിൽ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഇൻ ഹോസ്പിറ്റൽ. ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ്. ഒന്നാമത്തെ നോക്കിയേ, എന്താണ് എക്യുപ്മെന്റ്സുകൾ. സർജിക്കൽ, വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ, സർജിക്കൽ ഉൾപ്പെടെയുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ? സ്റ്റെറിലൈസർ, സ്ട്രക്ചർ, സർജിക്കൽ ടേബിള്, വീൽ ചെയർ തുടങ്ങിയ എക്യുപ്മെന്റ്സ് ആകാം. ഉപകരണങ്ങള്. രണ്ടെണ്ണം വേണമെങ്കിൽ ഒന്ന് എക്സാമ്പിൾ എഴുതണമെങ്കിൽ എഴുതിക്കോട്ടോ. എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസർ, സർജിക്കൽ ടേബിൾ, വീൽ ചെയർ, ഇതൊക്കെ എക്യുപ്മെന്റ്സ് വരുന്ന. സർജിക്കൽ ടേബിൾ, വീൽ ചെയർ, സ്ട്രക്ചർ, സ്റ്റെറിലൈസർ, ഇതൊക്കെ. അടുത്ത മെഷീൻസ്, വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ, സർജിക്കൽ ഉൾപ്പെടെയുള്ള മെഷീൻസ് ഏതൊക്കെയാ? നിങ്ങക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പഠിക്കാനുണ്ടായിരുന്നില്ലേ നിങ്ങക്ക് സെക്കൻഡ് മോഡ്യൂളില് മെഷീൻസുകളൊക്കെ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറെ മെഷീൻസുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? വെന്റിലേറ്റർ, അനസ്തീഷ്യ മെഷീൻ, ഇങ്ങനെയുള്ള മെഷീൻസുകൾ. സർജിക്കൽ ഉൾപ്പെടെയുള്ള മെഷീൻസ്, വെന്റിലേറ്റർ, സർജിക്കൽ, പിന്നെ ഏതാണ് അനസ്തേഷ്യ മെഷീൻ, അതൊക്കെ. അടുത്ത നോക്കിയ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പറഞ്ഞാൽ നമ്മള് ഓഫീസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ അപ്പോയിന്റ്മെന്റ് കാർഡുകള്, അല്ലെ, കവറുകള്, പേഷ്യന്റ് ഡീറ്റെയിൽ ഫോംസുകള്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഫോമുകള്, കവറുകള്, ഇതൊക്കെയാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്നത്. അടുത്ത് നോക്കിയ ഹൗസ് കീപ്പിംഗ്, ലിനൻ ആൻഡ് കെമിക്കൽസ്, ഹൗസ് കീപ്പിംഗ് സർവീസ്, തുണിത്തരങ്ങളും അതുപോലെ തന്നെ കെമിക്കൽസും, ക്ലീനിങ് ഒക്കെയാണ് കേട്ടോ ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ. ക്ലീനിങ് സർവീസുകള്, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഡയറ്ററി എല്ലാ ഭക്ഷണക്രമം, അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതല്ലേ? ഡയറ്ററി ഭക്ഷണക്രമം, അത് അവിടേക്ക് വേണ്ട മെറ്റീരിയൽസ്, സാധനങ്ങള്, ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങള്, അവിടെ ഉപയോഗിക്കുന്ന മെഷീൻസുകള്, അതൊക്കെ. ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ഇലക്ട്രിക്കൽ വൈദ്യുതിപരമായിട്ടുള്ള സ്വിച്ച്, അങ്ങനെയുള്ള പ്ലഗ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ലാബ്, ബ്രാക്കറ്റിൽ കൊണ്ട് കെമിക്കൽസ്, ലാബിലുള്ള കെമിക്കൽസുകള്, ഓരോ ടെസ്റ്റുകളൊക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എത്തനോൾ, അങ്ങനെയൊക്കെയുള്ള കെമിക്കൽ കാര്യങ്ങള്. ഫാർമസിയിലും ഡ്രഗ്സ്, മരുന്നുകള്. കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി, റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, എക്സ്റേക്കും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പല കെമിക്കൽസ്. അയഡിൻ, അതൊക്കെ ഓരോ ഇതൊക്കെ ഉപയോഗിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്, അല്ലെ, പൈപ്പുകള്, കാര്യങ്ങളൊക്കെ വേണ്ടേ? ഓരോ ഇതിലേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും, ഗ്യാസ്, മെഡിക്കൽ ഗ്യാസ്, ഇതൊക്കെ പൈപ്പ് ലൈനിൽ കൂടെയൊക്കെ അങ്ങനെയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. അടുത്തതാണ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ, പെട്രോൾ, ഇതൊക്കെ ഓട്ടോക്ലേവ് പ്രവർത്തിപ്പിക്കാനായിട്ട്, ബോയിലർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ഗുഡ്സ്, ഡീസൽ, പെട്രോൾ. കൺസ്യൂമർ ഗുഡ്സ്, സാധനങ്ങള്.
ഡീസൽ, പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഈ കൺസ്യൂമർ ഗുഡ്സ് കഴിഞ്ഞിട്ട് അവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബോയിലറും ഓട്ടോക്ലേവും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെട്രോള്, ഡീസലും. ഓക്കെ, എക്യുപ്മെന്റ്സിൽ വന്ന ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ. എക്യുപ്മെന്റ്സ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഫാർമസിയിലുള്ള ഡ്രഗ്സ് കാര്യങ്ങള്, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്പ് ആൻഡ് അതർ മെറ്റീരിയൽ, കൺസ്യൂമർ ഗുഡ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽ ഇൻ ഹോസ്പിറ്റൽ. ഇനി അടുത്തതാണ് ഒരു ചെറിയ ഹെഡിങ് ആണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, IMM. ഇതാണ് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. IMM, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എക്സ്പാൻഡ് IMM അല്ലെങ്കിൽ ഫുൾ ഫോം ഓഫ് IMM റിലേറ്റഡ് ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അങ്ങനെ ഉണ്ടാവട്ടെ ക്വസ്റ്റ്യനില്. എക്സ്പാൻഡ് IMM റിലേറ്റഡ് ടു മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താ IMM എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. IMM is a close coordination of all the departments which are related with the utilization of material. മെറ്റീരിയലിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കോർഡിനേഷൻ, ക്ലോസ് കോർഡിനേഷനെ കോർഡിനേറ്റ് ചെയ്യാൻ ഏകോപിപ്പിക്കുക. അതാണ് ഏത് IMM എന്ന് പറയുന്നത്. മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ വകുപ്പുകളുടെയും ഒരു ക്ലോസ് കോർഡിനേഷൻ ആണ് IMM. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash is a close coordination of all the departments which are related with the utilization of material. ഏതാണ് IMM. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. Everything merged under one head now. എല്ലാവരും ഒരു ഒറ്റ കുടക്കീഴില് എന്താണ് മെർജ് ചെയ്തിരിക്കുന്നു, ലയിപ്പിച്ചിരിക്കുന്നു. IMM എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കോർഡിനേഷൻ ആണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉള്ള ഒരു കോർഡിനേഷൻ ആണ് IMM എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും ഒരൊറ്റ ഹെഡില് മെർജ് ചെയ്തിരിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ, പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഈ പർച്ചേസിംഗും സ്റ്റോറിംഗും, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ആരുടെ കീഴിലാണ്? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് വരുന്നത്. ഈ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഈ നമ്മുടെ ഹെഡാണ് കേട്ടോ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് മെറ്റീരിയൽസ് മാനേജർ. ഹെഡാണ്. ആ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിംഗും വരുന്നത്. ക്ലിയർ ആണോ നോക്കിയേ. അപ്പൊ അവിടെ നമ്മൾ എന്തൊക്കെ നോക്കി? IMMന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി. ഇനി IMM എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും ഒരൊറ്റ കൊടക്കീഴില് അല്ലെ ലയിപ്പിച്ചിരിക്കുകയാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര കംസ് അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര കംസ് അണ്ടർ ഡാഷ്. ആരുടെ കീഴിൽ വരുന്നതാണ്? മെറ്റീരിയൽസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് കേട്ടോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് മെറ്റീരിയൽസ് മാനേജർ. അദ്ദേഹത്തിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിംഗും വരുന്നത്. ക്ലിയർ ആണോ? പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര കംസ് അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. ഓക്കെ. ഇനി അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജ്? IMM എന്തൊക്കെയാണ്? ഈ മെറ്റീരിയൽ ഇങ്ങനെ നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ ഒറ്റ ഇതിൽ സംയോജിപ്പിക്കുക, ഏകോപിപ്പിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാ? അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ബെറ്റർ അക്കൗണ്ടബിലിറ്റി. നമുക്ക് എന്താ? ഒരു മികച്ച ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. മികച്ച ഒരു ഉത്തരവാദിത്തം അല്ലെ, എല്ലാം ഒരു ഹെഡിന്റെ കീഴില്. അപ്പൊ എന്താ പറയാ, കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. അദ്ദേഹം ഇപ്പൊ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ആയിട്ട് ഈ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് പർച്ചേസിംഗും സ്റ്റോറിംഗും. രണ്ടും മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പർച്ചേസിംഗ് കാര്യങ്ങള്, സ്റ്റോറിംഗ് മായി ബന്ധപ്പെട്ട എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറ്റൂലേ. അതാണ് മികച്ച ഉത്തരവാദിത്തം ഉണ്ടെന്ന്.
അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. Then coordination of activities in the department. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു കോർഡിനേഷൻ, ഏകോപനം, എല്ലാ ആക്ടിവിറ്റീസും ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷൻ, ഏകോപിക്കല്. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ഏകോപനം. അടുത്ത നോക്കിയേ, ബെറ്റർ പെർഫോമൻസ്, നല്ല പ്രകടനം, അതൊരു അഡ്വാൻറ്റേജ് ആണ്. മികച്ച പ്രകടനം. അടുത്ത നോക്കിയേ, മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസി. മെറ്റീരിയലുകളുടെ ഒരു വിവര സംവിധാനം, ഇൻഫർമേഷൻ സിസ്റ്റം വളരെയധികം എളുപ്പമാണ്. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയലിന്റെ കൈകാര്യവും അതുപോലെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, വിതരണവും. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക, വിതരണവും കാര്യങ്ങളും, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സ്ക്രാപ്പ് ആൻഡ് സ്കർപ്പിൾസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ. സ്ക്രാപ്പുകള് അതുപോലെ സ്കർപ്പിൾസ്, മിച്ചം വരുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാം, സ്ക്രാപ്പുകൾ കൺട്രോൾ ചെയ്യാം. ആൻഡ് ഡിസ്പോസൽ, ഇതിന്റെ നിർമ്മാർജ്ജനം. ഇതെല്ലാമാണ് അഡ്വാൻറ്റേജ്. ഇതും നോട്ട് ചെയ്തിട്ട് കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് IMM. Which of the following is included in the advantages of IMM? ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. ടെക്സ്റ്റില് മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ്. ഓക്കെ, മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ കൈകാര്യത്തിൽ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി, അതായത് അതിന്റെ ഒരു കൈകാര്യം. മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസി എന്ന് പറഞ്ഞാൽ അതിന്റെ കൈകാര്യം എളുപ്പമാണെന്നുള്ള ഉദ്ദേശത്തിലാട്ടോ. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസി, അതിന്റെ കൈകാര്യം നമുക്ക് മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസി എന്ന് പറഞ്ഞാൽ അതിന്റെ കൈകാര്യം, അതിന്റെ മാനേജ്മെന്റ് എളുപ്പമാണ്. പിന്നെ മെറ്റീരിയൽ കൈകാര്യം, ട്രാൻസ്പോർട്ടേഷനും, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ സ്ക്രാപ്പിൾസ് കൺട്രോൾ ചെയ്യാം, അതിന്റെ ഡിസ്പോസൽ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് നോക്കി വെക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് IMM-ന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനകത്ത് തന്നെ ഉണ്ട്, അതൊന്ന് ടിക്കിട്ട് വെക്കുക. പിന്നെ ഡാഷ് ഈസ് എ ക്ലോസ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ആ സെന്റൻസ് അതുപോലെ തന്നെ തരാം. പിന്നെ അതില് നമ്മൾ പറഞ്ഞത് ഏതാ, പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും ആരുടെ കീഴിലാണ്, അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. 3 കാര്യങ്ങൾ കിട്ടിയില്ല നിങ്ങൾ. IMM-ന്റെ എക്സ്പാൻഡഡ് ഫോം, പിന്നെ IMM എന്താന്നുള്ളത് കേട്ടോ, ഡാഷ് ഈസ് എ കോർഡിനേഷൻ എന്നുള്ളത്. പിന്നെ പർച്ചേസിങ്ങും സ്റ്റോറിങ്ങും ആരുടെ കീഴിലാണ്, മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജ് ആണ്. എന്തൊക്കെയാണ്, ബെറ്റർ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി, മികച്ച ഉത്തരവാദിത്തം. ഈ അടുത്ത നോക്കി, കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും കോർഡിനേഷൻ, ഏകോപനം. ബെറ്റർ പെർഫോമൻസ്, നല്ല പ്രകടനം. അടുത്ത് നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ECC, മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം അതിന്റെ കൈകാര്യം, അതിന്റെ മാനേജ്മെന്റ് എളുപ്പമാണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അടുത്തത് സ്ക്രാപ്പ് ആൻഡ് സ്ക്രാപ്പിൾസ് കൺട്രോൾ, സ്ക്രാപ്പിൾസ് മിച്ചം അതൊക്കെ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഡിസ്പോസൽ, അതിന്റെ ഡിസ്പോസൽ, നിർമ്മാർജ്ജനം. IMM does cost reduction technique such as value analysis, variety reduction, standardization, forecasting and marketing analysis. ചിലവ് കുറയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ IMM-ല് ഉൾപ്പെടുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. IMM ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചിലവ് കുറയ്ക്കുന്ന രീതികള്, സച്ച് ആസ് വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം.
വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യ വിശകലനം. വെറൈറ്റി റിഡക്ഷൻ, വൈവിധ്യം കുറയ്ക്കല്. അല്ല, വെറൈറ്റി അത് റെഡ്യൂസ് ചെയ്യുക, റിഡക്ഷൻ വൈവിധ്യം കുറയ്ക്കല്. അടുത്ത നോക്കിയേ, സ്റ്റാൻഡർഡൈസേഷൻ, അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ നിലവാരം നിശ്ചയിക്കല്. ഫോർകാസ്റ്റിംഗ്, പ്രവചനം. ഫോർകാസ്റ്റിംഗ്, പ്രവചനം. ആൻഡ് മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം ചെയ്യുക, അനാലിസ് ചെയ്യുക, വിശകലനം ചെയ്യുക, മാർക്കറ്റ് അനാലിസിസ്. ഇങ്ങനെയുള്ള കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക് IMM ചെയ്യുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക് ഏതൊക്കെയാ? വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. IMM ഈ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. വെറൈറ്റി റിഡക്ഷൻ, വെറൈറ്റി വൈവിധ്യം കുറയ്ക്കല്. സ്റ്റാൻഡർഡൈസേഷൻ, ഇതിന്റെ നിലവാരം നിശ്ചയിക്കല്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്രമീകരണം. ഫോർകാസ്റ്റിംഗ്, പ്രവചനം. ആൻഡ് മാർക്കറ്റ് അനാലിസിസ്, വിപണി വിശകലനം ചെയ്യുക. ഇങ്ങനെയുള്ള ചെലവ് കുറയ്ക്കുന്ന ടെക്നിക്കുകൾ IMM ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്ത് ഓരോന്നോ പറഞ്ഞേക്കാണ്. വാല്യൂ അനാലിസിസ് എന്താണ്? മൂല്യ വിശകലനം എന്താണ്? വാല്യൂ അനാലിസിസ്. Value analysis is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or service. Value analysis എന്ന് പറയുന്നത് ഏതെങ്കിലും മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, എന്തെങ്കിലും മെറ്റീരിയൽസ് ആവട്ടെ, അതിന്റെ ഭാഗമാകട്ടെ, കമ്പോണന്റ് ആകട്ടെ, സിസ്റ്റം, ഒരു സംവിധാനം അല്ലെങ്കിൽ സേവനം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺനെസസറി കോസ്റ്റ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ചെലവുകള്. അൺനെസസറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെലവുകള് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുന്നതിനുള്ള അറേഞ്ച്ഡ് അപ്രോച്ച്, ക്രമീകരിച്ച സമീപനമാണ് വാല്യൂ അനാലിസിസ്. എന്തിനാ? അൺനെസസറി കോസ്റ്റ് റിക്കഗ്നൈസ് ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ചെലവുകള് തിരിച്ചറിയുന്നതിനുള്ള ഒരു ക്രമീകരിച്ച സമീപനമാണ് വാല്യൂ അനാലിസിസ്. ഏതുമായി ബന്ധപ്പെട്ട്? ഒരു പ്രൊഡക്റ്റായി ബന്ധപ്പെട്ട മെറ്റീരിയൽസുമായിട്ട്, അതിന്റെ പാർട്ട്, കമ്പോണന്റ്, സിസ്റ്റം, സർവീസ് ഇവയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകള്, അൺനെസസറി കോസ്റ്റ്, അനാവശ്യമായിട്ടുള്ള ചിലവുകള് തിരിച്ചറിയുന്നതിനുള്ള ഒരു അറേഞ്ച്ഡ് അപ്രോച്ച്, ഒരു ക്രമീകരിച്ച ഒരു സമീപനമാണ് വാല്യൂ അനാലിസിസ്. Dash is an arranged approach. അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash is an arranged approach to recognize unnecessary cost connected with any product, material, part, component, system or service. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. കോസ്റ്റ് കുറയ്ക്കുക, കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനമാണ് ഏത്? വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം. This process is necessary for cost reduction. ഈ വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്തിനു വേണം? എന്തിനാവശ്യമാണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിന്. അണ്ടർലൈൻ ചെയ്തിട്ടേ. വാല്യൂ അനാലിസിസ് നെസസറി ഫോർ ഡാഷ്, ഇതിനു വേണ്ടിയാണ് കോസ്റ്റ് റിഡക്ഷൻ, ചിലവ് കുറയ്ക്കുന്നതിന് മൂല്യ വിശകലനം എന്ന പ്രോസസ് അത്യാവശ്യമാണ്. The process is necessary for cost reduction. ഇനി വാല്യൂ റിലേറ്റ്സ് ഓൺ. ഇനി വാല്യൂ, ഈ മൂല്യം എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. കണ്ടോ, മൂല്യം എന്താ? പ്രവർത്തനങ്ങളെയും അതിന്റെ കോസ്റ്റിനെയുമാണ് വാല്യൂ ആശ്രയിച്ചിരിക്കുന്നത്. റിലേ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ എന്നാണ് കേട്ടോ. ഡിപ്പെൻഡ്സ് ഓൺ, ആശ്രയിക്കുക. വാല്യൂ റിലേസ് ഓൺ എന്തിനേക്കാ? ഫങ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. അതിന്റെ പ്രവർത്തനവും കോസ്റ്റിനെയുമാണ് വാല്യൂ ആശ്രയിച്ചിരിക്കുന്നത്. വാല്യൂ, അതിന്റെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേക്കാണ്? ആ
ഇപ്പൊ മെറ്റീരിയൽസ് ആണെങ്കിൽ ആ ഒരു എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതിന്റെ വാല്യൂ, ഒരു മൂല്യം എന്ന് പറഞ്ഞ എന്താ, അതിന്റെ പ്രവർത്തനവും അതിന്റെ കോസ്റ്റിനെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. 3 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതില് പറഞ്ഞ 3 സെന്റൻസും അണ്ടർലൈൻ ചെയ്തത്. ഡാഷ് ഈസ് ആൻ അറേഞ്ച്ഡ് അപ്രോച്ച്, അങ്ങനെ തന്നെ ചോദിക്കാം. രണ്ടാമത്തെ, ഈ വാല്യൂ അനാലിസിസ് ഈസ് നെസസറി ഫോർ ഡാഷ്, ഇതിന് വേണ്ടിയാ വാല്യൂ അനാലിസിസ് അത്യാവശ്യം എന്ന് പറയുന്നത് എന്താ, കോസ്റ്റ് റിഡക്ഷൻ, ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാല്യൂ അനാലിസിസ് ആവശ്യമാണ്. ഇനി അടുത്ത് നോക്കിയേ, വാല്യൂ റിലേറ്റ്സ് ഓൺ, വാല്യൂ എന്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, എന്തിനെ വാല്യൂ ആശ്രയിച്ചിരിക്കുന്നത്, മൂല്യം എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തനവും കോസ്റ്റിനെയും, ഫംഗ്ഷൻ ആസ് വെൽ ആസ് ഓൺ കോസ്റ്റ്. Then value analysis of material give more importance to the utility of the material than its cost. അതുകൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ചോടെ. ഇതാണ് പറഞ്ഞേക്കുന്നത് വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ. വാല്യൂ അനാലിസിസ് ഒരു മെറ്റീരിയലിന്റെ മൂല്യ വിശകലനത്തില് ഇമ്പോർട്ടൻസ് ഏതിനാണ്, മോർ ഇമ്പോർട്ടൻസ് ഏതിനാണ്, യൂട്ടിലിറ്റി, അതിന്റെ ഉപയോഗത്തിലാണ്. ആ സാധനം, ആ എക്യുപ്മെന്റ് എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിന് എന്തിനാണ് പറയുന്നത്, യൂട്ടിലിറ്റിക്കാണ്. ഏതിനേക്കാളും കോസ്റ്റ്, അതിന്റെ കോസ്റ്റിനേക്കാളും. അല്ലെ, ഒരു വസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത് എന്താ, അതിന്റെ വിലയല്ല. വില എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എന്ന് പറയാം, പക്ഷെ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന്റെ യൂട്ടിലിറ്റി, എത്രത്തോളം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അതാണ് പറയുന്നത്. കോസ്റ്റിനേക്കാളും എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്, യൂട്ടിലിറ്റിക്ക്, ഉപയോഗത്തിന്. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ ഗീവ്സ് more important to the dash of the material, ഇതിനെ യൂട്ടിലിറ്റി of the material than its cost. അല്ലെങ്കിൽ കോസ്റ്റിന്റെ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. വാല്യൂ അനാലിസിസ് ഓഫ് മെറ്റീരിയൽ give more important to the utility of the material than its dash. എന്തിനേക്കാളും കോസ്റ്റിനേക്കാളും യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്. അതാണ് വാല്യൂ അനാലിസിസ്, മെറ്റീരിയൽസിന്റെ വാല്യൂ അനാലിസിസ് പറയുന്നത്. അതിന്റെ യൂട്ടിലിറ്റിക്കാണ്, അത് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഏതിനേക്കാളും അതിന്റെ വിലയ്ക്ക്, യൂട്ടിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നൽകുന്നത്. ഇനി നോക്കിയേ, വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോസ്റ്റ് ആണ്, പ്രവർത്തന വിലയാണ് വാല്യൂ. ഫംഗ്ഷൻ ആണ്, അത് എത്രത്തോളം പ്രവർത്തിക്കും. നമ്മൾ പറയാറില്ലേ, വാല്യൂ, നല്ല വാല്യൂ ഉണ്ട്, നല്ല മൂല്യമുണ്ട്, എന്താ വില മാത്രാണോ? വാല്യൂ എന്ന് പറയുന്നത് എന്തും കൂടിയാണ്, ഫംഗ്ഷൻ കോസ്റ്റ്, അല്ലെ, പ്രവർത്തനങ്ങളും കോസ്റ്റും ആണ്. ഫംഗ്ഷൻ, പ്രവർത്തനവും കോസ്റ്റും രണ്ടും കൂടിയാണ് ഇതെന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത്. പറയില്ലേ, ഫംഗ്ഷനെയും കോസ്റ്റിനെയും റിലേറ്റ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ വാല്യൂ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, കോസ്റ്റും ഉണ്ട്, അതിന്റെ പ്രവർത്തനവും അതിന്റെ വിലയുമാണ് വാല്യൂ. Then value increases. Value increases by increasing the function or decreasing the cost. ഒന്ന് ശ്രദ്ധിച്ചേ, വാല്യൂ ഇൻക്രീസസ്, ഒരു വസ്തുവിന്റെ, ഒരു എക്യുപ്മെന്റിന്റെ നമ്മളെ വാല്യൂ കൂടുക, മൂല്യം കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുക കേട്ടോ. ബൈ ഇൻക്രീസിങ് ദ ഫംഗ്ഷൻ, അതിന്റെ പ്രവർത്തനം കൂടുമ്പോഴും, അല്ലെങ്കിൽ ഓർ ഡിക്രീസിങ് ദ കോസ്റ്റ് കുറയുമ്പോഴും അതിന്റെ ആ പ്രവർത്തനം, അതിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം കൂടുമ്പോഴുമാണ് വാല്യൂ കൂടുന്നത്. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാല്യൂ ഇൻക്രീസസ് by increasing the function or decreasing the cost. Okay. ഇതൊക്കെ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ നമ്മൾ ചോദിച്ച് കാണുന്ന ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് നമ്മൾ ഓരോ ബാച്ചിന്റെ എക്സാം കഴിയുമ്പോഴും നമുക്ക് അതിൽ നിന്നൊക്കെ ആണെങ്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിച്ചത്, ഒത്തിരി ഒരേ ബാച്ച് ഒഴികെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങളോടൊക്കെ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത് കേട്ടോ. അത് നമ്മള് കുറച്ചും കൂടി നമുക്കത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള സെക്ഷൻ ഒക്കെയാണ്. അങ്ങനെ അതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത് തരുന്നത്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. വായിക്കേണ്ടതല്ല, എല്ലാവരും വായിക്കണം, പക്ഷെ ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം വേണം. ഇതിനൊക്കെ നമുക്ക് ആ സെന്റൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇടാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി അവിടെ നമ്മൾ നോക്കുന്നത്
അതിനകത്തല്ലാതെ കുഞ്ഞു കുഞ്ഞിതായിട്ട് ചോദിക്കാം കേട്ടോ. വാല്യൂ ഇൻക്രീസസ് ബൈ ഇൻക്രീസിംഗ് ദ ഡാഷ്. ഇത് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. അല്ലെങ്കിൽ കോസ്റ്റ് കുറയുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അവിടുത്തെ പ്രവർത്തനം കൂടുന്നത് വാല്യൂ അതിനനുസരിച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യും, മൂല്യം കൂടും. ബൈ ഇൻക്രീസിംഗ് ദ ഫംഗ്ഷൻ ഓർ ഡിക്രീസിംഗ് ദ കോസ്റ്റ്. By increasing the function or decreasing the cost, the value increases. അടുത്ത നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. പലതരത്തിലുള്ള വാല്യൂ എന്തൊക്കെയാണ്, പലതരത്തിലുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്, പലതരത്തിലുള്ള മൂല്യങ്ങള്. ഓക്കെ, ഫങ്ഷണൽ വാല്യൂ ഒന്നാമത്തെയാണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഫങ്ഷണൽ വാല്യൂ എന്ന് വെച്ചാൽ പ്രവർത്തന മൂല്യം അല്ലെ. അതായത് ആ ഒരു മെറ്റീരിയൽ എത്രത്തോളം അത് പ്രവർത്തിക്കും, അത് എത്രത്തോളം നാളെ അത് നിൽക്കും അല്ലെ, അത് ആ പ്രവർത്തനത്തിന്റെ അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. റിലേയിങ് ഓൺ ഫങ്ഷൻ വാല്യൂ ചേഞ്ചസ് ഉണ്ടോ. ആ പ്രവർത്തനം അനുസരിച്ച് പ്രവർത്തനത്തെ ബന്ധപ്പെട്ട് ആ ഒരു മെറ്റീരിയലിന്റെ വാല്യൂ വ്യത്യാസപ്പെടാം. ഇതാണ് ഫങ്ഷണൽ വാല്യൂ. ഉണ്ട് പലതരത്തിലുള്ള വാല്യൂ ആയിട്ട് പറയുന്നത്. നോട്ട് ചെയ്യുക ഓരോന്നും. ഏതൊക്കെയാണ്? ഫങ്ഷണൽ വാല്യൂ ഉണ്ട്. ഫങ്ഷണൽ വാല്യൂ അതെന്താണ്? അതായത് ഫങ്ഷൻ അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യും. ഫങ്ഷനെ അനുസരിച്ച്, പ്രവർത്തനത്തിനെ അനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യും. അടുത്തതാണ് എക്സ്ചേഞ്ച് വാല്യൂ. എക്സ്ചേഞ്ച് വാല്യൂ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറില്ലേ? എക്സ്ചേഞ്ച് ചെയ്യാറില്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ. പുതിയ പഴയ മിക്സി അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുതിയത് വാങ്ങി അല്ലെ, പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതെന്താ? നമ്മൾ ഗിവിങ് എ തിങ് ദാറ്റ് ഈസ് സോൾഡ്. പഴയ സാധനം നമ്മൾ കൊടുക്കും. ആൻഡ് ബൈയിങ് എ ന്യൂ വൺ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, TV, റെഫ്രിജറേറ്റർ എക്സാമ്പിൾ ആണ്. അതെന്താ? എക്സ്ചേഞ്ച് വാല്യൂ ആണ് അല്ലെ. അത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. നമ്മുടെ പഴയ ഇപ്പൊ TV കൊടുത്തു, നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു, അതിന് പുതിയ TV നമ്മൾ വാങ്ങി. അങ്ങനെ ഓഫറുകൾ വരാറില്ലേ? എക്സ്ചേഞ്ച് പഴയതിന് പകരം പുതിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട്. നമ്മള് പഴയത് കൊടുക്കുന്നു, പുതിയത് വാങ്ങുന്നു. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. ദെൻ എസ്റ്റീം വാല്യൂ. എസ്റ്റീം വാല്യൂ എന്ന് വെച്ചാൽ ഒരു ബഹുമാന മൂല്യം. അതായത് നമ്മൾ പറയുന്നത് ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം വിലയുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഒന്ന് എഴുതി വെച്ചോട്ടെ. അത് ഒരു വസ്തു, ഒരു മെറ്റീരിയൽ, ഒരു എക്യുപ്മെന്റ് എന്തായിക്കോട്ടെ, നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. മൂന്നെണ്ണം ക്ലിയർ ആയോ നോക്കിയേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആ പറയുന്നത്. ഒന്നാമത്തെ ഫങ്ഷണൽ വാല്യൂ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പ്രവർത്തനമാണ്, അതായത് യൂട്ടിലിറ്റി ആണ് കേട്ടോ. യൂട്ടിലിറ്റി ആണ് ഫങ്ഷൻ. എത്രത്തോളം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു എക്യുപ്മെന്റിന് ഫങ്ഷണൽ പ്രവർത്തന വില എന്ന് പറഞ്ഞാ, പ്രവർത്തന മൂല്യം എന്ന് പറഞ്ഞാ, അത് എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എത്ര നാള് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവിടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. യൂട്ടിലിറ്റി ആണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ അല്ലെ, അത് നമുക്ക് അതിന്റെ ഒരു യൂട്ടിലിറ്റി, അത് നൽകുന്ന യൂട്ടിലിറ്റി, ആ ഒരു വസ്തു നമുക്ക് നൽകുന്ന യൂട്ടിലിറ്റി ആണ് ഫങ്ഷണൽ വാല്യൂ. ക്ലിയർ അല്ലേ? അവിടെ ഒന്നും ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതിക്കോട്ടോ, യൂട്ടിലിറ്റി. നമുക്കത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും, അതാണ് ഫങ്ഷണൽ വാല്യൂ. പ്രവർത്തന മൂല്യം അല്ലെ. നമുക്കൊരു TV മേടിച്ചു, അതിന്റെ യൂട്ടിലിറ്റി നമുക്ക് എത്ര നാൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, 10 വർഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെ. അതാണ് അതിന്റെ പ്രവർത്തനം. അത് എത്ര നാൾ പ്രവർത്തിക്കാൻ പറ്റും, അതായത് നമുക്കിത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും, അതാണ് പ്രവർത്തന മൂല്യം, ഫങ്ഷണൽ വാല്യൂ. അതാണ് പ്രവർത്തനത്തെ അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടും, ചേഞ്ച് ചെയ്യും. അടുത്തതാണ് എക്സ്ചേഞ്ച് വാല്യൂ. അതറിയാലോ, അതായത് നമ്മൾ പഴയത് കൊടുക്കുന്നു, പുതിയത് വാങ്ങുന്നു, അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. മൂന്നാമത്തെയാണ് എസ്റ്റീം വാല്യൂ. എസ്റ്റീം വാല്യൂ ബഹുമാന മൂല്യം എന്ന് വെച്ചാൽ എന്താ? പ്രസ്റ്റീജ് ഹാവിങ് എ തിങ്. അതായത് ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോഴുള്ള മൂല്യം. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്,
എന്റെ കയ്യിലിരിക്കുമ്പോൾ അത് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. എഴുതി വെച്ചവിടെ. പിന്നീട് ഇനി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട. ഒരു വസ്തു നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ് എസ്റ്റീം വാല്യൂ. ഇത് നോക്കിയ കോസ്റ്റ് ആണ്. കോസ്റ്റ് എഴുതി. ഓക്കെ, ഒരു വസ്തു ഇപ്പൊ നമ്മൾ ഒരു എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഇപ്പൊ ടി വി ആയിക്കോട്ടെ, ആ വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് ആ സാധനം ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത്ര ഇതുണ്ട്, നമുക്ക് അതാണ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം ആ ഒരു മൂല്യമുണ്ട്. ഇതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. എസ്റ്റീം വാല്യൂ ഒരു പ്രസ്റ്റീജ് കാണിക്കത്തിങ് ഒരു വസ്തുവിനുള്ള മൂല്യമാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്. ഇനി നോക്കിയേ കോസ്റ്റ്. കോസ്റ്റ് കേട്ടോ. ആസ് പെർ മോണിറ്ററി വാല്യൂ. കോസ്റ്റ് വില എന്ന് പറഞ്ഞാൽ എന്താ, പണമൂല്യം അനുസരിച്ച് അല്ലെ, ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം കോസ്റ്റ് ആണ് അവിടെ പറയുന്നത്. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ എന്താ പറയാ, പണമൂല്യം അനുസരിച്ച് റേറ്റ്. ഓക്കെ, റേറ്റ് ഒരു വസ്തുവിന്റെ പണത്തിന്റെ മൂല്യം, പൈസ എത്രത്തോളം അത് കോസ്റ്റ് ആകും. അടുത്തതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പിൽ കൊടുക്കാറുണ്ടോ നിങ്ങൾ സാധനങ്ങള്? സ്ക്രാപ്പ് കൊടുക്കാറില്ലേ? ഒരു സൈക്കിൾ മേടിച്ചു, കുറെ വർഷങ്ങളോ കുറെ നാള് പരമാവധി നമ്മളത് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമ്മളത് സ്ക്രാപ്പിൽ കൊടുക്കും. എന്താ സ്ക്രാപ്പിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നമുക്ക് ആ ഒരു അതിന്റെ ലൈഫ് ടൈം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ അല്ലെ. ഇപ്പൊ നമുക്കൊരു 20 വർഷം നമ്മളത് ഉന്തി വരട്ടി ഒക്കെ ആയിട്ട് നമ്മളത് കൊണ്ടുപോയി, അതാണ് അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അത്രയും നാളാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമുള്ള വില, അതിന് ശേഷം നമുക്ക് കിട്ടുന്നത് എല്ലാം. ഇപ്പൊ നമ്മള് TV നമ്മള് സ്ക്രാപ്പിൽ കൊടുക്കും. അതായത് കുറെ നാൾ ഉപയോഗിച്ചു, അതിന്റെ ലൈഫ് ടൈം കഴിഞ്ഞു, ഇനി ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ലാത്ത വരുമ്പോ നമ്മളത് സ്ക്രാപ്പായിട്ട് കൊടുക്കും. അപ്പോഴും അതിനൊരു മൂല്യമുണ്ട് അല്ലെ. സ്ക്രാപ്പായിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ അതിന് പൈസ വെറുതെ കൊടുക്കോ? അപ്പോഴും നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടൂല അത് കൊടുക്കുമ്പോഴ് അല്ലെ. ചെറിയൊരു എമൗണ്ട് കിട്ടൂല സ്ക്രാപ്പ് കൊടുക്കുമ്പോഴ് അല്ലെ. സ്ക്രാപ്പിൽ കൊടുക്കുമ്പോഴ് അതെ. സ്ക്രാപ്പ് വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ, അതാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു വേണമെങ്കിൽ ഒരു ഡാഷ് ഇട്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു സ്ക്രാപ്പ് വേണ്ടി ഒരു കുത്തിട്ടോ. വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടേം ഓഫ് മെറ്റീരിയൽ. അടുത്ത നോക്കിയാൽ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്ര നാൾ അത് നിൽക്കും, അതല്ലേ. 10 വർഷം നിൽക്കും അല്ലെ, 20 വർഷം നിൽക്കും. അത് എത്രത്തോളം അത് നിലനിൽക്കും, അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. എത്ര ടൈം അല്ലെങ്കിൽ എത്ര നാള് അത് നിൽക്കും, അതാണ് ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും അല്ലെ, എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും, അത് എത്രത്തോളം അത് നിൽക്കും, അതാണ് നമ്മുടെ ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാ? ഫങ്ഷണൽ വാല്യൂ ഉണ്ട്, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, എസ്റ്റീം വാല്യൂ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, ടൈം ഉണ്ട്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന്റെ പ്രവർത്തനം, അതായത് യൂട്ടിലിറ്റി. എന്താ നാളെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. യൂട്ടിലിറ്റി ആണ്, യൂട്ടിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ, അതാണ് ഫങ്ഷണൽ വാല്യൂ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ പഴയത് കൊടുത്തിട്ട് നമ്മൾ പുതിയത് വാങ്ങുന്നു, എക്സ്ചേഞ്ച് വാല്യൂ. എസ്റ്റീം വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം മൂല്യമുണ്ട്. ഒരു മെറ്റീരിയൽ, ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് എത്രത്തോളം മൂല്യമുണ്ട്, അതാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ്, പൈസയുടെ മൂല്യമാണ് പറയുന്നത്. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു വസ്തുവിന്റെ, ഈ ഒരു മെറ്റീരിയലിന്റെ ലൈഫ് ടേം അല്ലെ, അതിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ. വാല്യൂ ആഫ്റ്റർ ലൈഫ് ടേം ഓഫ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്. എത്രത്തോളം അത് ലാസ്റ്റ് ചെയ്യും, എത്രത്തോളം അത് നിൽക്കും, എത്ര വർഷം നിൽക്കും,
ക്ലിയർ ആയോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ജസ്റ്റ് പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ വേറെ അല്ലാത്ത എന്താ ഇപ്പം എന്താ പറയാ ഒബ്ജക്റ്റീവ് ആയിട്ട് അങ്ങനെ ചോദിക്കാല്ലേ. ഇനിയിപ്പോ ആ സ്ക്രാപ്പ് വാല്യൂ വേണമെങ്കിൽ നോക്കിയോ കേട്ടോ. ദ വാല്യൂ ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ഡാഷ് വാല്യൂ. അതെന്താ? സ്ക്രാപ്പ് വാല്യൂ. അതറിയാം. ആയുഷ്കാലത്തിന് ശേഷമുള്ള വാല്യൂ സ്ക്രാപ്പ് വാല്യൂ. പിന്നെ ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് ആൻഡ് ബൈയിങ് എ ന്യൂ വൺ, എക്സ്ചേഞ്ച് വാല്യൂ. അങ്ങനെ അധികം അതിന് നമുക്ക് വൺ വേർഡ് ആയിട്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല അത്. ഇനി നമ്മൾ എന്താണ് പർപ്പസ്? പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണ്? ഒരു ഉദ്ദേശം എന്താണ്? അല്ലെങ്കിൽ എയിം എന്താണ്? എന്താണ് ഒന്നാമത്തെ ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ അല്ലെ. അത് മൂല്യം നമ്മൾ നോക്കിയിട്ട് അതിന് മൂല്യം കുറവാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ. അതാണ് ഒന്നാമത്തെ പർപ്പസ്. പർപ്പസ് അല്ലെങ്കിൽ എയിം ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള എയിം എന്താണ്? അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ്? റിമൂവൽ ഓഫ് ആൻ ഐറ്റം. ഒരു ഐറ്റം നമുക്ക് റിമൂവ് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ നോക്കിയേ, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. യൂട്ടിലൈസേഷൻ നമുക്ക് എന്താണ്? കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളുടെ ഉപയോഗം അല്ലെ. കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എപ്പോഴും ചീത്തയായി കഴിഞ്ഞാൽ നമുക്കത് നന്നാക്കാനും ഒക്കെ ഒത്തിരി പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ അല്ലെ. അപ്പൊ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. കോസ്റ്റ് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് കമ്പോണന്റിന്റെ ഉപയോഗം. ഒരു വാല്യൂ നോക്കിയിട്ട് നമ്മൾ നല്ല മൂല്യം കൂടുതലുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്. എങ്ങനെ? നമ്മൾ വീണ്ടും അതിലേക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്തിട്ട് അല്ലെ, അങ്ങനെ ചെലവാക്കുന്ന പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ വാല്യൂ. മൂല്യ വിശകലനം ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് എന്താണ്? കോസ്റ്റ് കുറയ്ക്കാൻ. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഉപയോഗിക്കുക. എന്തിന്? കോസ്റ്റ് കുറയ്ക്കാൻ. 2 പോയിന്റ് കേട്ടോ. ഇത് 2 പോയിന്റ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. പർപ്പസ് എന്താണ്? ഒരു ഐറ്റം റിമൂവ് ചെയ്യാൻ. വാല്യൂ അനാലിസിസ് മൂല്യ വിശകലനം നടത്തി നമ്മളൊരു ഇതിന്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അത് മൂല്യം ഇല്ലാത്തതാണ്, വാല്യൂ കുറവാണെങ്കിൽ അത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാനായിട്ട് പിന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് കമ്പോണന്റിന്റെ ഉപയോഗം. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണന്റ്. എന്തിനാ സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് കുറയ്ക്കാൻ. ഫോർ കോസ്റ്റ് റിഡക്ഷൻ. നമ്മളത് മേടിക്കുമ്പോഴുള്ള ഒരു കോസ്റ്റ് വരുള്ളൂ അല്ലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചെലവാക്കുന്നതിനായിട്ട് അതിലേക്ക് അധികം പൈസ ഒന്നും ആവില്ല. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചതും ഒക്കെ. പിന്നെ കുഞ്ഞു പോയിന്റ്സ് ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. സ്പീഡ് കൂടുതലുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഒക്കെ കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ ഒരു ദിവസം നമ്മളൊരു 3 പേജ് കണ്ട് നോക്കി പോണം. എന്നാലും നമുക്ക് വലിയൊരു ചാപ്റ്റർ അല്ലേ. ഒരു 1 or 2 പേജ് വെച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ്സിൽ തീർക്കുകയാണെങ്കിൽ ഒരു മാസം മുഴുവൻ ഇരുന്നാലും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. നിങ്ങൾക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ പോർഷൻസ് തീർത്ത് എക്സാമും കാര്യങ്ങളൊക്കെ നടത്തല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഓരോ ടീച്ചേഴ്സ് ഇത്ര ചാപ്റ്റർ ഇവിടെ കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ തീർക്കണം. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ക്ലാസ് നിങ്ങളുടെ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു 3 പേജെങ്കിലും വെച്ചിട്ട് നമുക്ക് നോക്കണം. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നമുക്ക് 2-2.5 പേജ്. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുഞ്ഞു പോയിന്റ്സും ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 3 പേജിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, എളുപ്പമുള്ളതാണ്. ഇച്ചിരി കൂടുതൽ എടുക്കും. ഇച്ചിരി ടഫാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കുറച്ചെടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.